പ്ലീസ്. അപ്പോൾ അടുത്തത് ഒരു മിമിക്രിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ വേദിയിലേക്ക് വിളിക്കുകയാണ്. മിമിക്രി രംഗത്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരൻ, അതുപോലെ തന്നെ സൂര്യ ടി വിയിലെ രസികരാജ എന്ന പ്രോഗ്രാമിലൂടെയും ഏഷ്യാനെറ്റിൻ്റെ സിനിമാല എന്ന പ്രോഗ്രാമിലൂടെയും അതുപോലെ 25ഓളം സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കലാകാരൻ. ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒന്നിനെ പരിചയപ്പെടുത്തിയ രക്ഷപ്പെട്ടോളും. അദ്ദേഹത്തെ നമുക്ക് നല്ല കയ്യടി കൊടുത്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലൈജു പറവോ. എത്താൻ ആളില്ല, അതുകൊണ്ടാണ്. ചാക്യാർ കൂത്ത് ഇഷ്ടപ്പെട്ടോ? എവിടെ ഇഷ്ടപ്പെട്ടോ? ഒരു നല്ല കയ്യടി തരൂ പ്ലീസ്. അപ്പോൾ നമ്മൾ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ സാധാരണയായിട്ട് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണ് കൂടുതലായിട്ട് കേൾക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രകൃതിയിലെ കുറച്ച് ശബ്ദങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു നായക്കുട്ടിയെ വളർത്തുകയാണെങ്കിൽ പരിചയമില്ലാത്ത ആളുകളെ കണ്ട പ്രതികരിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഒരു നായക്കുട്ടി പ്രതികരിക്കുന്നു. എന്നാൽ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ഇത് സ്നേഹം കാണിക്കുന്ന ഒരു നായക്കുട്ടി. ഇനി രാത്രി സമയമാകുമ്പോൾ ഇതിന് ഉറക്കം വരും. ഉറക്കം വന്ന സ്റ്റൈലൊന്ന് മാറ്റിയിട്ട് ഒരു കോട്ടുവായിടുന്ന രീതിയാണ്. അതിങ്ങനെയാണ്. ഇനി ഇവൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് ഒരു കായലിൻ്റെ അക്കരെ നിന്ന് ദൂരെ നിന്ന് കേൾക്കുന്ന ഒരു നായക്കുട്ടിയുടെ ശബ്ദം. ദൂരെ നിന്ന് കേൾക്കുന്ന ഒരു നായക്കുട്ടി. ഇഷ്ടപ്പെട്ട ഒരു കയ്യടി പ്ലീസ്. അപ്പോൾ ചെറിയ മിമിക്രി കേട്ടപ്പോൾ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? മിമിക്രി പഠിക്കണോ? എവിടെ പഠിക്കണോ? മിമിക്രി പഠിക്കണമെങ്കിൽ കേരളത്തിലെ പ്രമുഖരായ 2 വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്താം. ആരെയും കളിയാക്കാനല്ല, രാഷ്ട്രീയപരമായിട്ട് ആരും കാണരുത്. അപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ 2 മുഖ്യമന്ത്രിമാരെയാണ് ഒന്ന് പഠിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ അച്യുതാനന്ദൻ സാറ്, അദ്ദേഹത്തെ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇതുപോലെ ഒരു കണ്ണട എടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ വില കുറഞ്ഞ മദ്യം, കുട്ടികളൊന്നും വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യരുത്, ചേട്ടന്മാർ ചെയ്താൽ ഒരു കുഴപ്പമില്ല. വില കുറഞ്ഞ മദ്യം ഇത്തിരി എടുക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രൂപം എൻ്റെ മുഖത്ത് വരും. ഇഷ്ടപ്പെട്ട ഒരു കയ്യടി തരിക. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുന്നു, വില കുറഞ്ഞ മദ്യം എടുക്കുന്നു, കഴിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ശബ്ദം കിട്ടണമെങ്കിൽ ഇതിലെളുപ്പമാണ്. ഇതിലും വില കുറഞ്ഞ ടാറ് പോലെ ഇരിക്കണ ഒരു മദ്യമുണ്ട്, അത് കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം കിട്ടും. ഇത്രയേ ഉള്ളൂ. അയ്യോ കാക്കേ കൂടവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട, കുഞ്ഞിന് തീറ്റ കൊടുത്തില്ലേ, സരിത പോള് കിടന്ന് കരയില്ലടോ, കരയില്ലേ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ അച്യുതാനന്ദ സാറിനെ പഠിച്ചപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹത്തെ പഠിക്കണമെങ്കിൽ ഇതിലും എളുപ്പമാണ്. ഒരു ബണ്ണ് ചരടിൽ കെട്ടിത്തൂക്കുക. നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ഓണാഘോഷ പരിപാടിക്ക് ഈ അപ്പങ്കടി എന്ന് പറയുന്ന ഒരു ബണ്ണ് ചരടിൽ കെട്ടിത്തൂക്കിയിട്ട് ചാടിക്കടിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കിട്ടും. ഒരു ബണ്ണ് ചരടിൽ കെട്ടിത്തൂക്കുന്നു, കടിക്കാൻ വരുമ്പോൾ വയറൊന്ന് ഇതൊന്ന് വള്ളിയൊന്ന് പൊക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഹരിത കേരളം എന്ന കൊച്ചു കേരളത്തെ എല്ലാവരും ചേർന്ന് സരിത കേരളം എന്നാക്കി മാറ്റുമോ? നന്ദി, നമസ്കാരം. അപ്പോൾ 2 പേരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ഒരു ചെറിയ മെസ്സേജിലേക്കാണ് കിടക്കുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു 19-20 വയസ്സുള്ള കുട്ടികൾ ബൈക്കുമായി പോകുന്നത് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു മിമിക്രിയിലൂടെ ഒരു മെസ്സേജായിട്ട് അവതരിപ്പിക്കുകയാണ്. ഒരു 19-20 വയസ്സുകാരൻ്റെ കയ്യിൽ ബൈക്ക് കിട്ടിയാൽ പോകുന്ന രീതി. പെട്ടെന്ന് ഒരു ആംബുലൻസിൽ കയറ്റിയിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ആംബുലൻസിൻ്റെ മ്യൂസിക് ഇങ്ങനെയാണ്. 2 ദിവസം കഴിഞ്ഞ് ഇവൻ്റെ വീട്ടിലേക്ക് ഒരു ആംബുലൻസ് പോകും. അതിൻ്റെ മ്യൂസിക് ഇങ്ങനെയാണ്.
ഇതിനൊരു മലയാളം അർത്ഥമുണ്ട്, പോയി പോയി പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ സഹോദരങ്ങളൊക്കെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിക്കാൻ പറയുക. കേരളത്തിലെ ന്യൂറോ സർജന്മാർ പറയുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് തലയടിച്ച് വീഴുന്നത് കൊണ്ടാണ്. ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിക്കാൻ പറയുക. ഇനി ജുറാസിക് പാർക്ക് എന്ന ഇംഗ്ലീഷ് സിനിമ തമിഴ് ചാനലായ സൺ ടി വിയിൽ ഒരു മൊഴിമാറ്റ ചിത്രമായി എത്തുകയാണ്, ജുറാസിക് പാർക്ക്. കുറച്ച് ഡിലേ ഇടണം, ഡിലേ ഡിലേ. உங்கள் சன் டிவியில் ஸ்டீஃபன் பில்பர்க் அண்ணாவுடைய சூப்பர் ஹிட் கொண்டாட்டம் பெரியா ஓந்த சுப்பாண்டே வாங்க, வண்டிக்குள்ள சாவி விடுங்க. சுப்பாண்டி துப்பாக்கி எடுத்து சுட்டுடுவேன். செல்விக்கு வாங்க, சின்ன பள்ளி வந்திருக்கு. என்னம்மா பள்ளி? புட்டு வேணுமா, கடலை வேணுமா? சாப்பிடுங்க. செல்விக்கு வரமாட்ட பெரிய ஓந்து வந்திருக்கு. உங்கள் சன் டிவி ஸ்டீஃபன் பில்பர்க் அண்ணாவுடைய சூப்பர் ஹிட் கொண்டாட்டம் பெரிய ஓந்து. தேங்க்யூ தேங்க்யூ தேங்க்யூ. മലയാളികളുടെ പ്രിയപ്പെട്ട ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആഗ്രഹമുള്ള ഒരു വ്യക്തിയുണ്ട്. എല്ലാ ഓണത്തിനും നമ്മളെ കാണാൻ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാബലി തമ്പുരാൻ. അദ്ദേഹം ഇവിടെ കുറച്ച് സമയമായിട്ട് വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വേദിയിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം, മഹാബലി തമ്പുരാൻ. അപ്പോൾ എല്ലാവരും ഒരേപോലെ അപ്പോൾ മഹാബലി തമ്പുരാൻ വന്നിട്ട് ഒന്നൊരു നല്ല കയ്യടി കൊടുക്കാം കേട്ടോ. ആ, സന്തോഷമായി അല്ലേ? ആ, hello 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 கம்ப்யூட்டர் கிராஃபிக் கிளிய காதலை கட்டுக்கலைய வளர்ந்து போச்சு சயின்ஸ் சயின்ஸ் குறைஞ்சு போச்சு காதல் சென்ஸ் கத்துக்க நல்ல வயசு பேர லவ்லிய குண்டு மல்லிய லவ் யூ சொல்லடி பேபி பேபி பேர லவ்லிய குண்டு மல்லிய ലവ് യു സൊല്ലടി ബേബി ബേബി. അല്ല, ഇരിക്കണോ? നല്ലൊരു കൈ അടിക്കോ? ഒന്ന് ഉഷാറാവട്ടെ എല്ലാവരും. அலுங்கி குலுங்கி நீ வரும்போது வெல்வெட்டு இடுப்பில வழுகுது மனசு. சிலுங்கி சிலுங்கி சிரிக்கிற போது ஆட்டில் கொஞ்சம் உருகுது மனசு. என்னோடு மனதில் நீ வந்து பாரு, எங்கேயும் இல்லை என்னை போலாளு. சொல்லடி ஹலோ எனக்கு பேர லவ்லியே குண்டு மல்லியே love you சொல்லடி baby baby fair and lovely குண்டு மல்லியே love you சொல்லடி baby baby.
ஜீன்ஸ் போட்டு நடக்கிற நிலவு, ஜெரி பழத்தை ஜெயிக்கிற உதடு, தடும்பி வழியுது டீலக்ஸ் கனவு, கிட்டார் மீட்டுது வாலிப நரம்பு, கண்ணுக்குள் பார்த்தேன் காதலில் ஊட்டி, கழுத்துக்கு கீழே ஊட்டியின் பியூட்டி, வைக்கணும் காதல் பார்ட்டி. பேர லவ்லிய குண்டு மல்லிய லவ் யூ சொல்லடி பேபி பேபி, பேர லவ்லிய குண்டு மல்லிய லவ் யூ சொல்லடி பேபி பேபி, கம்ப்யூட்டர் கிராஃபிக் கிளிய காதலை கட்டுக்கலைய, வளர்ந்து போச்சு சயின்ஸ் சயின்ஸ், குறைஞ்சு போச்சு காதல் சென்ஸ், கத்துக்க நல்ல வயசு. பேர லவ்லிய குண்டு மல்லிய லவ் யூ சொல்லடி பேபி பேபி, பேர லவ்லிய குண்டு மல்லிய லவ் யூ சொல்லடி பேபி பேபி. താങ്ക് യു. ആദ്യം ലാലു അലക്സിൻ്റെ ശബ്ദം. അപ്പോൾ ലാലു അലക്സിന് വ്യത്യസ്തമായ ടോണാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പഴയകാല ഒരു വോയിസാണ്. പാതയം എന്ന ചിത്രത്തിലെ ലാലു അലക്സ്, പാതയത്തിലെ ഒരു ഡയലോഗാണ് ലാലു അലക്സ് അവതരിപ്പിക്കുന്നത്. ചന്ദ്രദാസ് അല്ലേ? ഞാൻ ഡോക്ടർ ഹരികുമാരമേനോൻ. ഇതെൻ്റെ കസിനാ അനിത. അനിതയ്ക്ക് മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ മാതൃഭൂമിയിലൊന്നൊരു കവിതയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? ആ കവിത എഴുതി ചന്ദ്രദാസാ. സോറി ഫോർ ദ ട്രബിൾ, ഐ ബെഗ് യുവർ മേഴ്സി. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം ഓരോന്നായിട്ട് താൻ തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം അനിത, ഇപ്പോൾ അതാ എൻ്റെ മോളും. വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ താൻ എനിക്ക് അവൾ വിട്ടു തന്നില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ഇടിച്ച് നിലവിളിക്കേ. താങ്ക് യു. ഒരു കയ്യടി തരാം ഇഷ്ടപ്പെട്ടെങ്കിൽ. അടുത്തത് നമ്മൾ സത്യനേശൻ നാടാറുന്ന സത്യൻ മാഷ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ. ഈ ഡയലോഗ് നമ്മുടെ സത്യൻ മാഷ് അവതരിപ്പിച്ച എങ്ങനെയാണെന്ന് നോക്കാം. അമ്മേ, പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാനും ശാന്തി ഇങ്ങനെ നടക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വൃത്തികെട്ട കാറ്റുണ്ട്. ആ കാറ്റ് വന്ന് ശാന്തയുടെ മുടിയിലും മുഖത്ത് ഇങ്ങനെ തട്ടിത്തെറിച്ചപ്പോൾ എൻ്റെ സാറേ എന്തൊരു നാറ്റായിരുന്നെന്നറിയോ. പണ്ടാരം കുളിച്ചിട്ട് മാസങ്ങളായെന്ന് തോന്നുന്നു. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഒരു മടലെടുത്ത് ഇതിനെ തല്ലിക്കൊല്ലണമെന്ന്. താങ്ക് യു. അടുത്തത് ഏഷ്യാനെറ്റിൻ്റെ കാലത്തെ മികച്ച ഒരു പ്രോഗ്രാമായിരുന്നു സഞ്ചാരം. സഞ്ചാരം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു വോയിസ് ഓവറിലേക്ക് കിടക്കുകയാണ്. സന്തോഷ് ജോർജ് കൊളുങ്കര അവതരിപ്പിച്ച സഞ്ചാരത്തിൻ്റെ വോയിസ് ഓവർ. ഫിലാഡൽഫിയയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചത് അമേരിക്കയിലെ അറ്റ്ലാന്റ എന്ന നഗരത്തിലൂടെയാണ്. അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾക്ക് വിസ്മയമേകി. ഞങ്ങളുടെ ഡ്രൈവർ കറുത്ത് തടിച്ച നീഗ്രോ ഫ്രെഡി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി അവരുടെ ഭാഷയിൽ എന്തോ പറയുന്നു. ഭാഷ പിടുത്തമില്ലാത്ത ഞാൻ നാട്ടിൽ വന്ന് അതിൻ്റെ അർത്ഥം അന്വേഷിച്ചപ്പോഴാണ് ഒരു സത്യം എനിക്ക് മനസ്സിലായത്. ഫ്രെഡി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയായിരുന്നു എന്നുള്ളത്. താങ്ക് യു. അപ്പോൾ അടുത്തത് ഒരു മോർഫിംഗ് ആണ്. അപ്പോൾ മലയാളത്തിലെ 1-2 താരങ്ങൾ കടന്നു വരുന്നു, പ്രകൃതിയിലെ കുറച്ച് ശബ്ദങ്ങളിലേക്ക് കൂടി കിടക്കുന്നു. അപ്പോൾ ആദ്യം കടന്നു വരുന്നത് ഇന്നസെൻ്റ് ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു കൊച്ചുകുട്ടി, ഒരു കുഞ്ഞു വാവ കരയുന്ന ശബ്ദവുമായിട്ടാണ് സാമ്യം. ഇന്നസെൻ്റ് ഒരു കുഞ്ഞു വാവയായിട്ട് മാറുന്നു. എന്തേ ബാസുരേ, എന്നെ വിടാനല്ലേ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാന്ന് ആരെങ്കിലും കണ്ടാലുണ്ടല്ല. അപ്പൊ അടുത്തത് നമ്മൾ ഒരു കയ്യടി തരുമോ? അടുത്തത് നമ്മൾ മാളച്ചേട്ടൻ്റെ ശബ്ദത്തിലേക്കാണ് കിടക്കുന്നത്. മാളച്ചേട്ടൻ ഒരു കോഴിയുടെ ശബ്ദമായിട്ട് മാറുകയാണ്. മാള അരവിന്ദൻ. ആരാത്? ഏതവിടെ പ്രശ്നം?
അപ്പോൾ ഇനി ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗായകൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു എരുമയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ട്. ജാസി ഗിഫ്റ്റ് ഒരു എരുമയായിട്ട് മാറുകയാണ്. കണ്ണാടിപ്പുഴയിലെ വെള്ളാരങ്കല്ലുമായി മണിമാരനെത്തിയ നമ്മുടെ കുട്ടിക്കാലമോർത്തു ഞാൻ മധുര താങ്ക് യു.